ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴയിലാണ് കേട്ടോ. എന്നാൽ നമുക്ക് മലമ്പുഴയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് മലമ്പുഴയിലേക്കുള്ളത്. വിനോദസഞ്ചാരികളുടെ ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണ് മലമ്പുഴ. ഇവിടെ വന്നാൽ പ്രധാനമായും കാണാനുള്ളത് മലമ്പുഴ സ്നേക്ക് പാർക്ക്, ഫിഷ് അക്വേറിയം, ഡാം, ഗാർഡൻ, പിന്നെ ഫാന്റസി പാർക്ക്. ഗാർഡന്റെയും ഫാന്റസി പാർക്കിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏകദേശം 75.87 കോടി രൂപയുടെ പ്രൊജക്റ്റാണിത്. മൈസൂരിലെ വൃന്ദാവൻ ഗാർഡന്റെ മാതൃകയിലാണ് ഈ പാർക്കിനെ മാറ്റിയെടുക്കുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് മലമ്പുഴ ഡാമിന്റെ ഏറ്റവും മുകളിലുള്ള വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടേക്കുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് 20 രൂപയാണ്. പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഡാമിന്റെ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഡാമിന്റെ പവലിയന്റെ തൊട്ടടുത്തായി ഒരു ടെലസ്കോപ്പ് സെന്റർ പ്രവർത്തിക്കുന്നതും കാണാം. ഇതിനുള്ളിൽ അത്യാധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്താനും കഴിയും. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ റിസർവോയറിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മലമ്പുഴ ഡാമിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1949 ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1955 അന്നത്തെ മൈസൂർ മുഖ്യമന്ത്രിയായ കാമരാജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ്. കേരളത്തിൽ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ. കൂടാതെ കേരളത്തിന്റെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഈ ഡാമിന് സമീപത്താണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഡാമിന് കുറുകെ ഏകദേശം 60 അടി ഉയരത്തിൽ 20 മിനിറ്റോളം പോകുന്ന റോപ്പ് വേ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ. ഇതിൽ കയറാൻ ഒരാൾക്ക് 71 രൂപയാണ് ഈടാക്കുന്നത്. വളരെ ചീപ്പ് റേറ്റ് ആയതിനാൽ എല്ലാവർക്കും തന്നെ റോപ്പ് വേ എക്സ്പ്ലോർ ചെയ്യാനാകും. ഇതിന്റെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചിത്രങ്ങൾ സഹിതം റോപ്പ് കാറിൽ കയറേണ്ട വിധവും ഇറങ്ങേണ്ട വിധവും എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും വിവരിക്കുന്നുമുണ്ട്. ഈ റോപ്പ് കാർ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. വന്നപാടെ നമ്മൾ ഒരു സെക്കൻഡ് പോലും വൈകിക്കാതെ വേഗം തന്നെ കയറിയിരിക്കണം. നന്നായി ഹോൾഡ് ചെയ്ത് അവർ ആ ഗ്ലാസ് ഒക്കെ നമുക്ക് കവർ ചെയ്ത് തരും. നമ്മൾ അതിൽ പിടിച്ചിരിക്കണം. ഇതെന്റെ ആദ്യത്തെ റോപ്പ് വേ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു.
മലമ്പുഴ ഉദ്യാനത്തിലേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ എന്താ, ഈ റോപ്പ് കാറിലിരുന്ന് താഴേക്ക് നോക്കിയാൽ ഗാർഡന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഡാമിന്റെ റിസർവോയറും അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതാ ആ കാണുന്നത് മലമ്പുഴയിലെ വേറൊരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ, മലമ്പുഴ തൂക്കുപാലം. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സ്റ്റേഷനിലെത്തി വീണ്ടും തിരിച്ചു പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. നമ്മുടെ കൂടെയുള്ളവർ ഓരോ റോപ്പ് കാറിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമുക്ക് ഹായ് ഒക്കെ തന്നു വിടുന്നുണ്ട്. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും പാലക്കാട് വരുവാണെങ്കിൽ മലമ്പുഴയിൽ വന്ന് ഈ ഒരു റോപ്പ് വേ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ 60 അടി ഉയരത്തിലാണ് നമ്മൾ ഈ വേയിലൂടെ പോകുന്നത്. നമുക്ക് ഈ ഉദ്യാനത്തിൻ്റെ ഒരു സ്കൈ വ്യൂ മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതും 20 മിനിറ്റോളം ഉണ്ട്. ഇത് ഡാമിൻ്റെ കുറച്ച് വ്യൂ മാത്രമാണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെട്ടത്. ഈ വ്ളോഗിൽ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ സിമെന്റിൽ നിർമ്മിച്ച യക്ഷിയുടെ ശില്പം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ. ഇവിടുത്തെ റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് റീഓപ്പൺ ചെയ്യുമ്പോൾ ഒരിക്കൽ വന്ന് അതൊക്കെ പകർത്തി ഒരു വ്ളോഗ് എടുക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ റോപ്പ് വേ എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലമ്പുഴയിലെ വിശേഷങ്ങൾ.